ആട് 2 ആണ് 3 ആണ് ഇറങ്ങിയത് 3 അല്ലേ എന്നെ വേണമെങ്കിൽ ശരിക്ക് കണ്ടോ ഈ ഷാജി ബാബന്റെ മുണ്ടാണ് നമ്മള് കുറച്ച് മുണ്ട് പുക കണ്ടിട്ട് പാപ്പന് മലക്കത്തോളൂടാ. ഷാജി ബാബന്റെ മുണ്ട് നമ്മള് കണ്ടു. ജേഴ്സിയുടെ കൊള്ളാൻ തരില്ല. അല്ല ഷാജി ബാബൻ 3-ലെ നമ്മള് ആട് 3-ലെ മുണ്ടല്ല നമ്മളെ അടിപൊളിയാണ്. പാപ്പന്റെ മണ്ടത്തരങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒരു പുതിയ അധ്യായമായിരിക്കും. ബിആർ ഗുരുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തി മേക്കർ ചപ്പാത്തി മേക്കറാണ്. എപ്പോഴും ഉണ്ടാക്കും മാവ് നല്ല ലൂസ് വേണം. തുടങ്ങിയ നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കില്ലേ മാവ് കുറച്ചുകൂടി വേണം. ജസ്റ്റ് ബോൾ എടുക്കുക, ഇതോടെ സൈഡിൽ ഇവിടെ വെക്കുക, പകുതിയോടെ കൊണ്ടുവരാ, ഒറ്റ പ്രസ് ചെയ്യാം. ഈ ഒറ്റ പ്രസ് മതി നമുക്ക് ചപ്പാത്തി ഇതിപ്പോ നമ്മൾ മൊത്തമായിട്ട് അടിച്ചു വെച്ചാൽ നമുക്ക് സാധാ ചപ്പാത്തി ഫ്ലാറ്റ് ചപ്പാത്തി ഇട്ട് വരും. നമ്മൾ ടിവിയിലൊക്കെ ആണല്ലേ സാർ ഫുൾക്ക ചപ്പാത്തി, അതേപോലെ ചപ്പാത്തി ആദ്യം പ്രസ് ചെയ്യാം, ചപ്പാത്തി മറിച്ചിടാം. ഇതിപ്പോ മൊത്തമായിട്ട് അടിച്ചു വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കില്ലേ ചപ്പാത്തി, സാധാ ചപ്പാത്തി ഫ്ലാറ്റ് ആയിട്ട്. അല്ലെ സാറിന് ചപ്പാത്തി മാത്രമല്ല നമുക്ക് ദോശ ഉണ്ടാക്കാം, ഓംലേറ്റ് ഉണ്ടാക്കാം, പപ്പടം ഉണ്ടാക്കാം, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം, അതുപോലെ ചിക്കനോ മട്ടനോ ബീഫോ ഫിഷോ എല്ലാ ഐറ്റം ഫ്രൈ ചെയ്യാം. ഇതിന് ഓയിൽ വേണ്ട സാർ, എണ്ണ അല്ലാണ്ട് ഫ്രൈ ചെയ്യാം. പണ്ടത്തെ മോഡൽ നമുക്ക് ഫ്ലാറ്റ് മോഡലായിരുന്നു. ഇത് പറയുമ്പോൾ മൾട്ടിമേക്കറാണ്. ഇതിൽ എല്ലാ ഐറ്റംസ് തന്നെ ഉണ്ടാക്കി. ഇതിൽ ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ളത് 3 ചപ്പാത്തി സാർ ഓൺലി ചെയ്താൽ 2 ചപ്പാത്തി ഓഫിൽ ചെയ്യാം. പവർ പ്ലഗ് വേണ്ട, സാധാ പിന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ്. പിന്നെ ഹീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, ഹൈ മീഡിയം ലോ 3 സ്പീഡിൽ ചെയ്യാം. സാർ വിളിച്ചാൽ വരുന്ന ചപ്പാത്തി കണ്ടിട്ടില്ലല്ലോ, വിളിച്ചാൽ വരുന്ന മേഡം കണ്ടിട്ടുള്ള വിളിച്ചാൽ വരുന്ന ചപ്പാത്തി. ഈ ചപ്പാത്തി വിളിച്ചാൽ മതി, ചപ്പാത്തി പൊന്തി കൊടുക്കും. മറിച്ചിട്ട് ചപ്പാത്തി ഇങ്ങോട്ട് വലിക്കാൻ, മറിച്ചിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞത് സ്നേഹത്തോണ്ട് വിളിക്കുക. കണ്ണാ വാ, വിളിച്ചാൽ മതി ചപ്പാത്തി പൊന്തി വരും. വിളിക്കുക കണ്ണാ വാ വിളിച്ചാൽ ചപ്പാത്തി വന്നു. ഇതേപോലെ വീട്ടിലെ ഏത് പൊടി ഉണ്ടോ, പൊടിപ്പിച്ച പൊടിയോ പാക്കറ്റോ ലൂസ് ഏതായിക്കോട്ടെ, ആ പൊടിയിൽ നിങ്ങൾ വീട്ടിൽ വന്ന് ഡെമോ ആക്കിയോ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ വന്നോ സാറിന് മേടിക്കുക. ഇതേപോലെ വന്നില്ലെങ്കിൽ സാർ ഇവിടെ മുഖ്യത പൈസ എടുത്ത് നിങ്ങൾ റിഫൈൻ ചെയ്യും. നമ്മൾ ഷോപ്പ് റേറ്റ് മേടിക്കുമ്പോൾ സാറിന് 4,490. ഇത് എക്സിബിഷൻ പൂർവ്വം ഓഫറായി കാരണം 1000 രൂപ സാറിന് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ആകെ വരുന്നത് 3,490. ഇപ്പൊ ആകെ 500 ബുക്ക് ചെയ്യാം. ബാലൻസ് 2,990 വീട്ടിൽ വരുമ്പോ തന്നാ. അത് വീട്ടിൽ വരുമ്പോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വരും, ദോശ, ഓംലേറ്റ്, പപ്പടം, പുളിച്ച് എല്ലാ ഐറ്റംസ് വീട്ടിൽ വന്ന് ഡെമോ ചെയ്യാം. സാറ് മാഡം ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയിട്ട് ഇതേപോലെ വന്നാ മേടിക്കാം. ഇതേപോലെ വന്നില്ലെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്ത് 500 ഫ്രീ ആയിട്ട് തരും. ചപ്പാത്തി മേക്കർ ഫ്രീ. മൾട്ടിപർപ്പസ്. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇതേപോലെ വരില്ലേ. ഇതിലുണ്ടാക്കും മെയിൻ ആയിട്ട് മാവ് നല്ല സോഫ്റ്റ് ആണ്. മാവ് ക്ലിയർ ആയോ ചപ്പാത്തി പ്രൂഫ് പോലെ ഒന്ന് ബുക്ക് ചെയ്തിട്ടോളൂ. സാറിന് ഫ്രീ ഞങ്ങളിപ്പോ മൊത്തത്തിലൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങളെ. കേച്ചേരി ഒന്ന് ബുക്ക് ചെയ്തിട്ടോളൂ. ഓഫർ പ്രൈസിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പക്ഷെ നമ്മളിപ്പോ ബുക്ക് ചെയ്യില്ല. ഞങ്ങൾ എന്തായാലും ഒരാഴ്ച ഞങ്ങൾക്ക് പർച്ചേസിംഗിന് വേണം. ഞങ്ങൾക്ക് എന്തായാലും നിങ്ങള് ചപ്പാത്തി ഞങ്ങള് പലതരത്തിലുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. ലാപ്ടോപ്പിലൊക്കെ വാങ്ങിച്ചു കുറെ മണ്ണത്തിലൊക്കെ വരില്ല. പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ട് അത്ഭുതപ്പെട്ട സംഭവം. അച്ഛന്റെ പേരും കണ്ണ, എന്റെ പേരും കണ്ണ, എവിടെയും കണ്ണ. ദിലീപിന്റെ സിനിമയിൽ അറിയില്ലേ, എല്ലാരും പേരും കണ്ണ. അപ്പൊ ചപ്പാത്തി മേക്കർ ഇതില് നമുക്ക് ബ്രെഡ്, ഓംലേറ്റ്, ചപ്പാത്തിയുടെ കംപ്ലീറ്റ് എങ്ങനെ ഉണ്ടാക്കണം അറിയാണ്ട് ലൈവായിട്ട് വീട്ടിൽ വന്ന് ഡെമോ നിങ്ങളുടെ വീട്ടിൽ ഏത് ഗോതമ്പൊടിയുണ്ടോ, പൊടിപ്പിച്ച പൊടിയോ പാക്കറ്റോ ലൂസോ ഏതായാലും ആ പൊടിയിൽ നിങ്ങൾ വീട്ടിൽ വന്ന് ഡെമോ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ വന്നാ മേടിച്ചാൽ മതി. ഇതേപോലെ വന്നില്ലെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്ത പൈസ എടുക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ കണ്ട അതേ ഐറ്റംസ് തന്നെയാണ്. കത്തികൾ, വെട്ടുകത്തികൾ ഐറ്റംസ്. ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, അതായത് കുറെ പച്ചക്കറി. നമ്മളിപ്പോ കാണുന്നപ്പോ പലതരത്തിലുള്ള ചെടികള്, പച്ചക്കറി, അതിന്റെയൊക്കെ വിത്തുകൾ, കുരുക്കൾ, മുണ്ടുകൾ കൊള്ളല്ലേ. മുണ്ടുകളൊക്കെ ഉണ്ട്, അടിപൊളി മുണ്ടുകളൊക്കെ ഉണ്ട്. കൊള്ളാം. ശുക്കാണി കുറവല്ലേ, കുറെ ഓക്കെ. വെള്ളയിലെ പ്രിന്റുള്ള മുണ്ടുകളൊക്കെ ഉണ്ട്, കാണില്ലേ.
ഇതിന്റെ ആനമുണ്ട്, തൃശ്ശൂർ പൂരം. ആനയുടെ പ്രിന്റുള്ള മുണ്ടുണ്ട്. തൃശ്ശൂർ പൂരം 2,500. 2,500 രൂപ. ഇത് കുത്താമ്പുള്ളിയാണോ? കുത്താമ്പുള്ളി. കൊള്ളാണ്ടായാലും നിങ്ങളൊരു ആനപ്രേമി അതേപോലെ പൂരപ്രേമിക്കാണെങ്കിൽ വരിക, മുണ്ടെടുക്കുക. അതെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഈ ഒറ്റമുടിന് ഭയങ്കര പ്രാധാന്യം. അത് മാത്രമല്ല, ഈ ഒറ്റമുടിന് ഭയങ്കര രസകരമായിട്ട് പ്രിന്റുകളും കരയും ഒക്കെ നല്ല സ്റ്റൈലായിട്ടാണ്. അത് ഞാൻ കുറെ വീഡിയോ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ. എന്റെ ഫുള്ള് ഇപ്പൊ ഒറ്റ മുണ്ടിൽ പ്രിന്റ് ഒക്കെ ഉള്ളു. അതിന്റേതായിട്ടുള്ള കുർത്താസ് ഒരു മണം ആയുർവേദ കരിപ്പെട്ടി. ഒയ്യോ, കരിപ്പെട്ടി. അവിടെ എത്ര എക്സ്പീരിയൻസ് വെച്ചാ കരിപ്പെട്ടി കണ്ടെയ്നർ. അടിപൊളിയല്ലേ? പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, ഇത് 200 രൂപ പാക്കറ്റ്. അത് ബോക്സ് പാക്കറ്റ് 150. ആ നോക്കി ഞങ്ങള് നല്ലതാണ് ഈ സാധനം, അറിയാം. VR ഗുരുവായൂർ. ഗുരുവായൂർ WEAR അടിക്കുന്നുണ്ട്. വെറും VR ഗുരുവായൂർ. അപ്പൊ ഞങ്ങൾ എന്തായാലും വരും. ഞങ്ങളിപ്പോ മൊത്തത്തിലൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. നോക്കിയേട്ടാ, നാളെ 12 മണിയാകുമ്പോ അപ്ലോഡ് ആവും. അപ്പൊ എന്തായാലും പനി, ചുമ, കഫക്കെട്ട് ഉള്ള തൊണ്ടയ്ക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ കഴിക്കാൻ എന്തായാലും ഇത് സംഭവം വെച്ചാ ബാത്റൂമൊക്കെ അഴുക്കായിട്ട് കിടക്കണ്ടേ? ബാത്റൂമിന്റെ ഭിത്തിയില്ലേ, ഈ സാധനം കൊണ്ടുണ്ടല്ലോ ബട്ടൻ കറങ്ങും. അതൊന്നായിട്ടാ കൈ കൊണ്ട് ഒരച്ചൊരച്ച് മസിൽസ് കേടുവരുത്തണ്ട. ആർപ്പിക്കുന്ന ഒരു പരിസ്ഥിതി പോലെ ഇത് മറ്റേ നീരൊക്കെ ഉണ്ടെങ്കിൽ വേറെ സംഭവം കൊള്ളാം. ഇത് കണ്ടു കഴിഞ്ഞാലേ ഒരു ഇത് ഓർമ്മണ്ട് അച്ഛന്? ഇത് ഓർമ്മണ്ട് അച്ഛന്? അതാണ് സാധനം. മാജിക് ഗ്ലോ പെൻസ്. അവിടെ ഡെമോ നോക്കിട്ട് പോട്ടെ, ഫ്രീ ഡെമോ ചേച്ചി അന്നേരം കൊള്ളാം. അടുത്ത ഭജൻ ഒക്കെ നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ട കർത്തവ്യം നമ്മുടേതാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നൊക്കെ വെളുത്ത് ടാനൊക്കെ മാറ്റി തുടുത്ത് ആക്കി നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റും. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നടുവേദന, പടുവേദന, തല മസാജ്, പല തരത്തിലുള്ള വേദന മാറ്റിയുള്ള സംഭവമല്ലേ കൊള്ളാതെ കൊള്ളാം. അടിപൊളി. ഞങ്ങൾ ഇതേപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടിപൊളി സംഭവം. നല്ല എക്സസൈസ് ഒക്കെ നോക്കിട്ട് യാത്രയൊക്കെ പോയി വന്നിട്ട് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ, ഇത് വെച്ചിരുന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോ. ഞങ്ങളുടെ സാധനം അടിപൊളി സംഭവം. ടോയ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ഫാൻസ് ഒക്കെ ആണ് ഇത് വന്നിട്ട് ഇങ്ങനെ നറുട്ടോ കൊണ്ട് നമുക്ക് അങ്ങോട്ട് വാഴ്ത്തു നറുട്ടോ. അങ്ങനെ എന്താണ് ഇത്? അങ്ങനെ അറിയില്ല. ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ എന്താ അവരൊന്നൊന്നര ചെണ്ടയാണ്. ഇവിടെ വീണ്ടും റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. അപ്പുറത്ത് അതേപോലെ തന്നെ ഇവിടെ റണ്ണിങ് മെറ്റീരിയൽസിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കാണുന്ന ഇതേപോലത്തെ ഒരെണ്ണം ഞാൻ ജുബ്ബായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ആഴ്ച വിഷുവിന്, ഇന്നലെ വിഷു ഇന്നലെ ഹാൻഡ്ലൂം സിൽക്കിന്റെ ജുബ്ബൊക്കെ ഇട്ടല്ല അച്ചായമാരുന്ന സാധനമാണ്. സിൽക്കിന്റെ ജുബ്ബൊക്കെ അടിപൊളിയാ, കിട്ടുക്കനാണ്. അതെ, സിൽക്ക് അടിപൊളിയാ. കോട്ടൺ അടിപൊളിയാ. അതെ, ഫുൾ സിൽക്ക് ഹാൻഡ്ലൂം സിൽക്കാണത്. ഇപ്പൊ എന്തെങ്കിലും കൊള്ളാം. കരിപ്പെട്ടി കൊള്ളായിരുന്നു കേട്ടോ. കരിപ്പെട്ടി അല്ല അല്ലേ? നല്ല എരിവ് എപ്പോഴും തൊണ്ടലുണ്ട്. ഇവിടെ സാരികള്, ഇവിടെ ഫുൾ സാരി അല്ല, ചുരിദാർ മെറ്റീരിയൽ. സാരി. ഇത് എന്ത് സാരി ഏട്ടാ? സിൽക്ക് 20% കോട്ടൺ മിക്സ്. അത് ശരി.
20% കോട്ടൺ സിൽക്ക് 1200, 1350, different. ഇതൊക്കെ എങ്ങനെ റേറ്റ് 350 1050 ഓക്കെ. ഹാൻഡ്ലൂമിൽ വരുന്ന ഐറ്റം ഹാൻഡ്ലൂം ഓക്കെ. നല്ല നല്ല കളറുള്ള അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുള്ള സാരികൾ. ഈ സാരികള് ഇതൊക്കെ ഇത്രയും സാരികളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല കുടുംബം കളറുകളൊക്കെ നല്ല തുടരെ നല്ല നല്ല soft ആയിട്ടുള്ള. ഇവിടെ വന്നതിനാ കിടക്കാച്ചി സാരികളൊക്കെ നമുക്ക് കൊടുക്കാം. ഈ സാരി കൊടുത്തോണ്ടല്ലോ എന്ത് ഭംഗിയോടെ ബീഹാർ എന്ത് പ്രിന്റ്? മധുബനി. ഓ മധുബനി മീൻസ് മധുബനി പ്രിന്റ്. ഈ ഇതിന് പറയണ പേരാണ് പ്രിന്റിന് പറയുന്ന പേരാണ് മധുബനി. എന്തോ രാജകുമാരി അങ്ങനെ എന്തോ ആയിരിക്കും. മഹാരാഷ്ട്ര ഏഷ്യൻ സ്കൾപ്ചേഴ്സ് പ്രിന്റ് ഒക്കെ ഉണ്ടാവും നമ്മള് ഹിസ്റ്ററികളൊക്കെ നമുക്ക് പഠിക്കണ്ടാവും. അങ്ങനത്തെ എന്നുവെച്ചാൽ അവരെ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ആദ്യം മനുഷ്യർ കല്ലിൽ കൊത്തി ഇങ്ങനെ വെക്കും, അതൊക്കെ വരച്ചൊക്കെ വെക്കും മനുഷ്യരുടെ. അങ്ങനത്തെ സംഭവം ഉണ്ട്, ചരിത്രമുണ്ട്. നല്ല അടിപൊളി സാരിയാണ്, നല്ല കനമുള്ള സാരിയാണ്. പുള്ളി അത് ഓപ്പൺ ചെയ്ത് നിവർത്തിയിട്ടപ്പോ കണ്ടു. നല്ല ഭംഗിയുള്ള സാരിയല്ല, നല്ല കട്ടിയുണ്ട്. 1200, 1300, 1500 ആ റേഞ്ച് വരുന്ന സാരികളാണ് ഇതെല്ലാം ഉള്ളത്. പക്ഷെ സാരി കിടിലൻ സാരിയാണ്. അടിപൊളി സംഭവമാണ്. ബാഗുകളൊക്കെ കാണണമെങ്കിൽ എന്ത് കിടിലൻ ബാഗുകളൊക്കെ നല്ല കിടിലൻ ബാഗുകൾ നല്ല കട്ടിയുണ്ട് ടച്ചോ. നല്ല ഇത് മറ്റേ ഇതില് വരുന്ന ആയിട്ടോടെ ചാക്കുനൂലില്ലേ, നല്ല കളറുള്ള ബാഗുകൾ. അതെനിക്ക് ഈ ബാഗ് തൊട്ടപ്പോ മട്ടന്നൂരാശാൻ ഓർമ്മ വന്നു. മട്ടന്നൂരാശാന് ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. ഉജാലന് നോക്കി എല്ലാം കട്ടിയാ, എല്ലാം കട്ടിയാ. കംഫർട്ട് ആണെന്തോ ആണ്, നല്ല കട്ടിയാവും. ഞാനൊരു ഡയഗ്രാം വാങ്ങിച്ചപ്പോ എന്റെ പെടലിവിടെ ഉളുക്കിണ്ട് അല്ലേ. അടിപൊളി നല്ല ഷർട്ടാട്ടോ അത്. അതല്ല കട്ടിയാ അതേപോലെ ചാക്കുനൂലിൽ വരുന്നതാണത്. അതെ, നല്ല രസമുള്ള ബാഗാ. നമ്മള് ചില നാപ്റ്റോളെ കാണുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ. അതിങ്ങനെയാണ് ഐറ്റം വന്നിരിക്കണ്ടില്ലേക്ക്. ഇങ്ങനെയൊക്കെ എന്തോ അങ്ങനെയൊക്കെ ഉള്ള സാധനമാണ്. എന്തായാലും അതിനും കൊള്ളപ്പോ നമുക്ക് ഇങ്ങനത്തെ ബാഗുകളൊക്കെ കാണണമെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനത്തെ പ്രിന്റ് എടുക്കും. പലയിടത്തും ഇങ്ങനെ ഡിസൈൻ ഉള്ള നല്ല ഇടുപ്പുള്ള കളർഫുൾ ആയിട്ടുള്ള സംഭവം വേണമെങ്കിൽ ഇവിടെ എക്സിബിഷൻ വന്നതിനാൽ കിഡിലോസ്കി സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മറക്കണ്ട, 83 തൃശ്ശൂർ എക്സിബിഷൻ. ഇതൊക്കെ അല്ലേ, അല്ല ഇതില്ലേ, ഇതൊക്കെ വെറും 100 rupees ഉള്ളൂ ഇതിനൊക്കെ. ചേട്ടാ വെച്ചാലേ ഇതിനൊക്കെ 150. ഇതൊക്കെ ഫുള്ളായിട്ട് 100. ഇതിനൊക്കെ 100 നോക്കിയേ 150 രൂപ. ഫുഡ് കോർട്ടിലെത്തിട്ടാ. ഫുഡ് കോർട്ടിലെത്തി മറ്റേ കൈപ്പറ്റി അല്ല തൊണ്ടയിലൊക്കെ നല്ലൊരു സുഖം, ചൂടിന്റെ ഒരു സംഭവം. ഇവിടെ പലതരത്തിലുള്ള അച്ചാറാണ്. അതെന്തോ ഒരു എന്തൊക്കെയോ ഒരു സാധനം. അച്ചാറുകളാ, പിക്കിള് അച്ചാറുകൾ നോക്കിയ പിക്കിള് നോക്കി, പലതരം പിക്കിള്. ഇതെന്തോ കുമ്മടൊക്കെ പോലെ എന്തൊക്കെ പേരുകളൊക്കെയാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യ ആ ഭാഗമല്ലേ വെച്ചാ. അതെ. അയ്യോ, പിന്നെ ഇതാണ് നമ്മള് കാര്യം പറയട്ടെ, ഇത് ഗ്യാസിൽ ഉണ്ടാക്കണല്ലോ. പുറം മാന്തി പരസഹായം കൂടാതെ പുറം മാന്താ കൊള്ളാലോ. ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ കയ്യിൽ കൊണ്ടൊക്കെ ഇങ്ങനെ കയ്യിലല്ലേ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫുഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അരിപ്പട എല്ലാവർക്കും അറിയില്ല, ചായയൊക്കെ അരിക്കാൻ പറ്റിയ സാധനമാണ് ഇതൊക്കെ. ഞങ്ങളുടെ അരിപ്പട പാലക്കാടൻ കത്തി. ഈ കത്തികളുടെ പ്രത്യേകത എന്ന് വെച്ചാ ഇതൊക്കെയാണ് പാലക്കാടൻ കത്തി. ഇതെന്തെങ്കിലും ഉപയോഗിക്കുന്ന കത്തിയാന്നറിയാവോ? അല്ല, പിന്നെന്തിനാ? ഇത് പഴം മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഓറങ്ങ് പോയല്ല. അടയ്ക്ക കത്തി വേറെയാണ്. അടയ്ക്ക കത്തി ഈ വീതി ഉണ്ടാവും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊക്ക് കുറച്ച് പൊന്തിയിട്ടുണ്ടാവും. കുറച്ച് പൊന്തിട്ടാ അതാണ് ഇത്. പഴം മാത്രല്ല പഠിക്കണം, തേങ്ങയുടെ പലതും തോണ്ടിയെടുക്കാനൊക്കെ പറ്റുന്നത്. എന്തായാലും കൊള്ളാം. ഇപ്പൊ പലതരത്തിലുള്ള പാലക്കാടൻ കത്തിയും എന്ത് കത്തിയാണെങ്കിലും കൈമുറാണ്ടിരുന്നാൽ മതി. നമ്മൾ ഉപയോഗിക്കുമ്പോ അത്ര ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ.
നമ്മള് പണ്ടത്തെ ജയന്റെ സിനിമയിലൊക്കെ അച്ഛനെ മിസ്സായി തോന്നുന്നു. അവിടെ അച്ഛനവിടെ പോയി മിസ്സായിട്ടില്ലല്ലോ. ഇല്ല, അത് മിസ്സായിട്ടുള്ളത് 1000 പേരിൽ വന്നിട്ട് ഒരാള് മിസ്സായിട്ട് വിളിച്ചറിയണ പോലെ അതെ. ഇത് അറിയില്ലേ കിടുതാനാ മറ്റേ മറ്റേ എന്താണ് എന്റെ പേര്, കുത്താമ്പുള്ളി കുത്താമ്പുള്ളി നെയ്ത്തു കടയാണ് തിരുവില്ലാമില. അവിടെ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ നല്ല കോട്ടന്റെ പ്യൂർ കോട്ടൺ, ഹാൻഡ്ലൂം ആണ്. പ്യൂർ കോട്ടൺ, മിസ് കോട്ടൺ. നോ, എനിക്കറിയാം ഹാൻഡ്ലൂം. ഹാൻഡ്ലൂം മലയാളി ഇപ്പൊ ഹിന്ദിയിൽ പറയുന്ന ഒച്ചിരി ഹിന്ദിയിൽ തന്നെ പറയണം. ഹാൻഡ്ലൂം ഇത് കൊള്ളാലോ. മൽക്കോട്ടൺ സാരീസ്, മൽക്കോട്ടൺ. ഇത് അതിൽ വരുന്ന മൽക്കോട്ടൺ മൾട്ടി കളർ ബ്ലാക്ക് ആണ് അതിന്റെ മെയിൻ ഇത് വരിക. ഇതിൽ മൽക്കോട്ടൺ റെയിൻബോ കളർ. നന്നായിട്ടുണ്ട്. നല്ലൊരു ഏറ്റവും കൂടുതൽ ഓൺലൈനിലൊക്കെ ഈ സാധനം 899 രൂപയ്ക്ക് സെയിൽ ചെയ്തോണ്ടിരിക്കുന്ന സാധനം വെറും 650 തരും. 650. 650 രൂപ. ഇതാണ് മൽക്കോട്ടൺ. ഇതാണ് മൽക്കോട്ടൺ. അതിന് മൽക്കോട്ടൺ പ്ലെയിൻ ആണ് ഇരിക്കുന്നത്. 580 ഉള്ളൂ. 580 ബ്ലൗസും വരുന്നത്. ബ്ലൗസും കൂടി അതിന്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിരിക്കും. കലംകാരി ബ്ലൗസ് നല്ല ഭംഗിയാണ്. അതുപോലെ ഇത് കോട്ടൺ ജൂട്ട് സാരി എന്ന് പറയും. ജൂട്ട് സാരി, ജൂട്ട് കോട്ടൺ ജൂട്ടാണ്. കോട്ടൺ ജൂട്ട് നല്ല പ്യൂർ ടീച്ചേഴ്സും അങ്ങനെ ഓഫീസേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഡെയിലി വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് അതിന്റെ ബേസ്. ബോഡി ഫുള്ളായിട്ട് ഈ ഒരു കോട്ടൺ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരാണ്. വെർട്ടിക്കൽ പറഞ്ഞൊരു വെറൈറ്റി സാരിയൊക്കെ നല്ല കൊടുക്കാൻ ഒരു നല്ല സുഖമായിരിക്കും. ഒരു വെറൈറ്റി മോഡലാണ്. കുട്ടികളൊക്കെ നല്ല ഷാജി പാപ്പൻ മുണ്ടുകൾ. ഇതിപ്പോ ഇതില് ഇപ്രാവശ്യം ഇറങ്ങിയ ഇതില്ലേ ഇപ്പൊ ആടി2 ആണ് 3 ആണ് ഇറങ്ങിയത്. 3 അല്ലേ? 3 ഷാജി പാപ്പൻ. ആടി3. അതെ, ഷാജി പാപ്പന്റെ മുണ്ടുകളൊക്കെ ഉണ്ട് അടിപൊളി. കുത്താമ്പുള്ളി സാരികളൊക്കെ, അതായത് മൽക്കോട്ടൺ സാരികളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന അടിപൊളി സാധനം കിട്ടും. സൂപ്പറാണ്, അടിപൊളിയാണ്. എക്സിബിഷൻ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ വിളിക്കാം. എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം. കുറെ മുണ്ടിന്റെ കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനി അങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മള് കാവ്യമുണ്ടുകള് പണ്ട് മുതലേ എല്ലാവരും വീട്ടില് കാവ്യമുണ്ടാണ് എടുക്കുന്നത്. ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പൊ കാവ്യമുണ്ടിലൊക്കെ എന്താ വെച്ചാൽ സ്പെഷ്യലായിട്ട് അടിപൊളി പ്രിന്റുകളും അതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് കാവ്യമുണ്ടിന് ഇപ്പൊ പ്രിയം ഏറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. കണ്ടോ ഇതിന്റെ നോക്കിക്കോ, ഈ കാവ്യമുണ്ടൊക്കെ കണ്ടില്ലേ? സാധാരണ കാവ്യമുണ്ട് എല്ലാവരും പറയാം കാവ്യമുണ്ടല്ലേ വീട്ടിലെടുക്കാൻ, പക്ഷെ അതിങ്ങനെ പ്രിന്റുകൾ വന്നോണ്ടിരിക്കുകയാണ്. സാധാ കാവ്യമുണ്ട് മാത്രമല്ല, സ്റ്റൈലായിട്ട് വന്നോണ്ടിരിക്കുന്നു കാവ്യമുണ്ടുകൾ. അല്ല, പ്രിന്റഡ് കിഡിലോസ്കി കാവ്യമുണ്ട് കൂടി മാത്രമാണ് അതേപോലെ തന്നെ കുറച്ചും പറഞ്ഞു ഒറ്റമുണ്ടിന് ഭയങ്കര പ്രാധാന്യമാണ്. നല്ല രസമായിട്ട് വന്നിരിക്കുന്നു. ഷാജി പാപ്പൻ 3 മുണ്ടാണ് നമ്മളിപ്പോ കുറച്ചു മുന്നേ കണ്ടത്. ഷാജി പാപ്പന്റെ ആ ഫോട്ടോ നമുക്കൊന്ന് കാണില്ലേ? ഈ ഷാജി പാപ്പന്റെ മുണ്ടാണ് നമ്മള് അപ്പൊ ഷാജി പാപ്പൻ, അതായത് ജയസൂര്യയുടെ മുണ്ട് നമ്മൾ കണ്ടു. അപ്പൊ ഷാജി പാപ്പന്റെ മുണ്ട് നമ്മൾ കണ്ടു. ജയസൂര്യയുടെ കൊള്ളാൻ തയ്യാറ അല്ല. ഷാജി പാപ്പൻ 3 നമ്മള് ആട്3 മുണ്ടല്ല നമ്മളെ അടിപൊളിയാണ്. ഷാജി പാപ്പൻ മുണ്ട് വെറൈറ്റി ആണ്. അതെ, അകത്തൊരു ചുവപ്പും പിന്നെ പുറത്ത് കറുപ്പൊക്കെ